കുട്ടീസ്, അനുവാമിസ് ആണേ. അപ്പൊ മക്കൾ എല്ലാവരും ഓണപരീക്ഷയ്ക്കൊക്കെ ശേഷം വീണ്ടും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. കടങ്കഥകൾ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താം. ഓക്കെ, റെഡി ആണോ എല്ലാവരും? അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. നോക്കിക്കേ, അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ആരാണെന്ന് ഉത്തരം പറയണം നിങ്ങള്. മത്സ്യമുണ്ട്, ആമയുണ്ട്, കടവയുണ്ട്, പുലിയുണ്ട്. ആരായിരിക്കും അപ്പം പോലെ തലയും അല്പം മാത്രം തലയും കാണുന്നേ? ഞാനൊരു ചിത്രം പോലെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ, അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുമോ ആരായിരിക്കും ഈ ചങ്ങാതി എന്നുള്ളത്? നോക്കിക്കേ നിങ്ങൾ, ഇതുപോലെ തല, എന്നിട്ട് ഇങ്ങനെ അല്ലെ, ഇങ്ങനെ വലിയൊരു കുഞ്ഞു തലയൊക്കെ ആയിട്ട് ആരാണത്? ഇത്ര വലിയ തല വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും അല്ലെ. ഞാൻ ടീച്ചർ കുട്ടിയാക്കിയിട്ട് വരച്ചു തരാം. ഏകദേശം ഇങ്ങനെ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കുറച്ചും കൂടെ ഞാൻ ഗംഭീരമാക്കി വരച്ച് കാണിച്ചു തരാം. ടീച്ചർക്ക് അത്ര ചിത്രമൊന്നും വരയ്ക്കാൻ അറിയില്ല, എങ്കിലും കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞേ, ഇത് ആരായിരിക്കും? ഇത് നമ്മുടെ ആമച്ചേട്ടനാണല്ലേ, ആമച്ചേട്ടൻ. അപ്പൊ ഉത്തരം എന്താണ്? ആമ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ. ആരാണ്? ആമയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ടീച്ചർ വരയ്ക്കുന്ന പോലെ കൂട്ടുകാരൊന്ന് വരച്ചു നോക്കിക്കോ അല്ലെ. ആമയെ വരയ്ക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വരച്ചു വെക്കണം. ഓക്കെ, അടുത്തത്. ഇനി ഈ കൂട്ടത്തിൽ മുട്ടയിടുന്നത് ആരാണെന്നാണ്. ആട്, പല്ലി, കരടി ഇവയൊന്നുമല്ല. ആരാണ് കൂട്ടത്തിൽ മുട്ടയിടുന്നത്? ആട് മുട്ടയാണോ ഇടുക? അല്ല. കരടി മുട്ടയാണോ ഇടുക? അല്ല. പക്ഷെ എന്താണ്? പല്ലി എന്ത് ചെയ്യും? മുട്ടയിടും അല്ലെ. പല്ലി എന്ത് ചെയ്യാറുണ്ട്? മുട്ടയിടാറുണ്ട്. അടുത്തത്. ജലത്തിൽ കാണുന്നവ തിരിച്ചറിയുക എന്ന് വെച്ചാൽ, ജലം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളമാണ്. ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം. അപ്പൊ താറാവ്, താമര, ആമ ഇവയെല്ലാം. ശരിക്കും ഏതായിരിക്കും ഉത്തരം? നിങ്ങൾ ആദ്യം വിചാരിക്കും അല്ലേ, താറാവ്, ശരി അത് തന്നെയെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നോക്കിക്കേ, ഇവരെല്ലാവരും എവിടെയുണ്ട്? വെള്ളത്തിലുള്ള ആളുകളാണ് അല്ലെ. അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. കറുത്ത കമ്പിളിക്കുപ്പായക്കാരൻ, തേനാണ് എന്നുടെ ഇഷ്ടാഹാരം. അപ്പം ഇവിടെ ഒരു ജീവിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആ ജീവിയെ കുറിച്ച് നമ്മൾ എന്താ അറിയണ്ടേ? അയാളുടെ ഇഷ്ട ഭക്ഷണം തേനാണ്. അയാൾക്കാണെങ്കിലോ കറുത്ത കമ്പിളി പോലുള്ള കുപ്പായവും ഉണ്ട്. അപ്പൊ കറുത്ത കമ്പിളി പോലുള്ള എന്ത് കുപ്പായാണ്? രോമക്കുപ്പായ അല്ലെ, രോമം. അപ്പൊ കറുത്ത് കിടക്കുന്ന രോമാണുള്ളത്. കരടിക്കാണോ, അണ്ണാനാണോ, കുരങ്ങനാണോ, ആർക്കാണ് നല്ല രോമമുള്ള ആളെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ആർക്കാണ് നല്ല രോമം ഉള്ളതെന്ന് എന്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആർക്കാണ്? യെസ്, ആർക്കാണ്? നമ്മുടെ കരടിക്കാണല്ലേ. കരടിക്കാണ്. നിങ്ങൾക്ക് കരടീനെ കണ്ടിട്ടുണ്ടോ? നിങ്ങള് കരടിയെ പേടിയുണ്ടോ? ഉണ്ടല്ലേ. യെസ്, കരടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. യെസ്, പക്ഷെ നല്ല പേടിക്കണം കേട്ടോ. ആളത്ര പേടിക്കാനുള്ള ഒരാളും കൂടിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ടീച്ചർ ചോദിക്കട്ടെ. എന്തിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്? കുളിക്കാൻ, കുടിക്കാൻ, പാത്രങ്ങൾ കഴുകാൻ, ഇവയെല്ലാം. അപ്പൊ ഈ ചോദ്യവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം അല്ലേ. കാരണം എന്താണ്? നിങ്ങൾ ആദ്യത്തെ ചോദ്യം മാത്രമേ കുളിക്കാൻ വെള്ളം വേണം ശരിയെന്ന് വിചാരിച്ച് ഉത്തരം എഴുതി കളയും അല്ലെ. പക്ഷെ നോക്കിക്കേ, കുളിക്കാനും കുടിക്കാനും അല്ലെ. അതെ, കുടിക്കാൻ, കുടിക്കൽ, പാത്രങ്ങൾ കഴുകാൻ, ഇവയെല്ലാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? ശരിയായിട്ടുള്ള അല്ലെ. അപ്പൊ ഏതാണ് റെഡിക്കുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഇവയെല്ലാം അല്ലെ. എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവയെല്ലാം എന്നുള്ളതാണ് അല്ലെ. കുളിക്കാൻ, കുടിക്കൽ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുടിക്കൽ അല്ലെങ്കിൽ കുടിക്കാൻ എന്നും എഴുതാം കേട്ടോ. കുടിക്കാൻ, കുടിക്കൽ എന്ന് കുട്ടികൾ പറയാറുണ്ട്, കുടിക്കാൻ എന്നും എഴുതാം. ഓക്കെ, യെസ്. ക്ലിയർ ആണോ? ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചോ? യെസ്. അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ.